നിന്റെയൊക്കെ നെഞ്ചത്തല്ലല്ലോ ആ കല്ലിങ്ങനെ അടുക്കി 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 പില്ലറുകളായിട്ട് മാറുന്നത്. ഞാനിപ്പോ ഇത്തരം ഏർപ്പാടുകൾ കുറച്ചൊന്ന് കുറച്ചു വെച്ചേക്കുക. ഞാനൊരു സംഘടന പോലീസുകാരെല്ലാം മോശക്കാരല്ല, നല്ല പോലീസുകാരെ 14 ദിവസമായിട്ട് കണ്ടിട്ട് വരുന്ന ആളാണ്. വയനാട്ടിൽ അവിടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അവർക്ക് പാല് കൊടുക്കുന്നത്. ഏത് ഇവിടെ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകന്റെ കുഞ്ഞിന് അവന്റെ ഭാര്യ മുലയൂട്ടുമ്പോ എത്തി നോക്കി ഒരുത്തനുണ്ടെന്നല്ലേ പറഞ്ഞു. എന്താ പേര്? അഭിജിത്ത്. നീ ഇതുപോലെ കുറെ കുടിച്ചിട്ടല്ലേ ഇന്നിപ്പോ ഈ സർവീസിൽ കയറിയിരിക്കുന്നു. പിന്നെ ഇത് കാണാൻ നിനക്ക് ഇത്ര കൗതുകത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ വരുന്ന പ്രദേശം വയനാട്, ഇതുപോലെ അമ്മമാർക്ക് മുലയൂട്ടാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന പോലീസുകാരുടെ അടുത്തുനിന്ന്, അന്തസ്സുള്ള പോലീസുകാരുടെ അടുത്തുനിന്നാ വന്നേക്കുന്നത്. എവിടെ അരുത്? ഇവിടെ മുന്നോട്ട് കയറി. അഫ്സൽ എവിടെ? മുന്നോട്ട് കയറി. അരുത് ഇവിടെ. അഫ്സൽ എവിടെ? അഫ്സലിക്ക് വന്നു. ഇവിടെ എന്താ സിയുടെ പേര് പറഞ്ഞെന്താ? അരുൺ ഷാ. അതാണ്ട് അഫ്സൽ നിൽക്കുന്നു, ആസിഫ് നിൽക്കുന്നു, വിശാഖ് നിൽക്കുന്നു, അരുണ് നിൽക്കുന്നു. ചുണയുണ്ടെങ്കിൽ ഇപ്പോഴും കയ്യിലല്ലാത്തൊക്കെ ഉണ്ടല്ലോ. ചുണയുണ്ടെങ്കിൽ ആ ബാരിക്കേഡിന് പുറത്തോട്ട് വന്ന ഇവരുടെ ശരീരത്തിലൊന്ന് തൊടാനുള്ള ധൈര്യമുള്ളവരുണ്ട് പുറത്തോട്ട്. രാത്രിയിൽ ആള് കുറവായിരുന്നപ്പോ വലിയ അഭ്യാസമായിരുന്നല്ലോ. അരുൺ ഷായോടാ പറയുന്നത്. അരുൺ ഷായാണ് കൂടുതൽ ഷോ കാണിക്കാനായിട്ട് ഇവിടേക്ക് ഇറങ്ങി വരണ്ട എന്ന് കൃത്യമായിട്ട് പറയുക. വീട്ടിൽ കയറിയിട്ട് കഥക് ചവിട്ടി പൊളിച്ച് അകത്ത് കയറുക. അന്താ കടക്കല വീട്ടിൽ, കടക്കല അരുൺ ഷായുടെ വീട് ഞങ്ങൾക്കറിയില്ല എന്നുണ്ട്. രാത്രിയൊന്നും വേണ്ട, കടക്കല അരുൺ ഷായുടെ വീട്ടിൽ പട്ടാപ്പകല് പോയി ചവിട്ടി തുറക്കാൻ പറ്റാത്ത ആളുകളാണ് ഞങ്ങൾ. അത് ഞങ്ങൾക്ക് യൂണിഫോമിന്റെ ബലം വേണം. അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് പോലീസുകാരുമായി ഏറ്റുമുട്ടുന്ന ഒരു വിഷയത്തിലാണ് ഇവിടെ വളരെ സമാധാനപൂർവ്വമായ ഒരു സമരം നടത്തിയത്. പിന്നെന്താ ഇത്ര സൂക്കേട്? അതുകൊണ്ട് ആ ഏർപ്പാട് അരുൺ ഷായോട് പറയുക, ഷോ ഒന്നും കാണിക്കണ്ട. കഴിഞ്ഞ ദിവസം അരുൺ ഷാ വലിയ വീരശൂര പരാക്രമിയായിരുന്നല്ലോ. എന്താ മിസ്റ്റർ അരുൺ ഷാ, നിങ്ങളുടെ സ്റ്റേഷനിലേക്കല്ലേ ഇന്ന് മാർച്ച് നടത്തിയത്? മിസ്റ്റർ അരുൺ ഷാ SHO ആയിരിക്കുന്ന സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് നടത്തുമ്പോ ആ മാർച്ചിനെ തടയാനുള്ള ബാരിക്കേഡിന്റെ ഏറ്റവും മുന്നിൽ വന്നു നിൽക്കുന്ന ആള് മിസ്റ്റർ അരുൺ ഷാ അല്ലേ? എന്തിന്റെ വല്ലതും ചോർന്നു പോയോ? അതോ എന്റെ സിനിമയിൽ പറയുന്ന പോലെ വല്ലതും ചോറിനെ തടയാനുള്ളതൊന്നും ഇട്ടിട്ടില്ലേ? എന്താ നിന്റെ പ്രശ്നം? ധൈര്യമുണ്ടെങ്കിൽ ബാരിക്കേഡിന്റെ മുന്നിൽ വന്ന് വന്നിട്ട് ഈ പട്ടാപ്പകൽ നമുക്ക് നോക്കാം. ഞങ്ങൾ ഈ നാടിന് വേണ്ടിയിട്ടാ സമരം ചെയ്യും. ജയിലിലാക്കി കളയുമെന്ന് ഭീഷണിപ്പെടുത്തുക. റിയാസിന്റെ വീട്ടിൽ കയറിയിട്ട് പറഞ്ഞെന്താ? റിയാസിനെ കിട്ടിയാലും കൊന്നുകളയും അല്ലേ? റിയാസിനെ കിട്ടിയാലും കൊന്നുകളയുമെന്നല്ലേ പറഞ്ഞത്? റിയാസ് എന്താ ഈ നാട്ടിൽ ഏതെങ്കിലും കൊലപാതക കേസിലെ പ്രതിയാണ്? ഈ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു നാട്ടിൽ മണ്ണിന്റെ എംബാങ്ക്മെന്റിന് പകരം പില്ലർ എലിവേറ്റഡ് ഹൈവേ വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്തൊരു ചെറുപ്പക്കാരനെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ എന്തോ ചെയ്യുമെന്നായി പറഞ്ഞു വരുന്നത്. എന്നാ വെല്ലുവിളിക്കുക, റിയാസിനെ ഞങ്ങൾ ഇങ്ങോട്ട് മുന്നിൽ നിർത്തിത്തരാം, നിങ്ങളൊക്കെ ചെയ്യാവുന്ന അങ്ങോട്ടൊക്കെ ചെയ്യാൻ നോക്കും. രോമത്തിൽ തൊടാൻ ഉള്ള ധൈര്യം നിങ്ങളുടെ ഒന്നും ഷീൽഡിനും നിങ്ങളുടെ ഒന്നും യൂണിഫോമിനും നെയിം ബോർഡ് ഇല്ലാത്ത ഷർട്ടിനും ലാത്തയ്ക്കുമൊന്നും ഇല്ല എന്ന് കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയും. പിന്നെ വനിതാ പോലീസ്, ഞാനിപ്പോ ഒന്ന് പറയുന്നു. ഞാൻ കരുത ഇവിടെ നിൽക്കുക. ഞാൻ ആ വീഡിയോ കണ്ടു. ആർക്കാ തൊടേണ്ടത് വന്ന് തൊട്ടിട്ട് പോകും. മറ്റേ ആ കാർഡ് ഇവിടെ, ഇതില് കയ്യിലുള്ളവരെല്ലാം പൈസ ഇടണം ഇതിനകത്ത്. അരുൺ ഷാ എന്ന് പറയുന്നവൻ നമ്മുടെ സഹപ്രവർത്തകന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചുകൊണ്ടുപോയി. അത് അവൻ കൊണ്ടുപോയി ഉപയോഗിക്കുന്നു. അതിൽ റീചാർജ് ചെയ്യാനുള്ള 200 രൂപ ഞാൻ പ്രസംഗം കഴിയുന്നതിന് മുന്നേ അവന് ഇതിനകത്തിട്ട് കൊടുക്കണം. എല്ലാവരും കൂടെ പൈസ ഇട്ടാൽ 200 രൂപ. ആ ഫോൺ മോഷ്ടിച്ചുകൊണ്ട് പോയ നിനക്ക് നിന്റെ ഫോൺ KP സെക്രട്ടറിന്റെ പൈസ ഇട്ടിട്ടുണ്ട്.
ഇത് അവന്റെ കൊടുത്തരും, ഇത് അവന്റെ കൊടുത്തരും. അവന് റീചാർജ് ചെയ്യാനുള്ള പൈസ അങ്ങോട്ടൊന്ന് വെച്ചേ. ഇത് നീ കൊണ്ടുപോയി റീചാർജ് ചെയ്ത് നിനക്ക് വിളിക്കാനുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചിട്ട് പറയണം 1.5 കൊല്ലത്തിന് ചെയ്യാൻ പറ്റുന്ന സംരക്ഷണം മൊത്തം തന്നേക്കണം. അത് കഴിയുമ്പോ ഇതിനേക്കാൾ വലിയ വീരശൂര പരാക്രമികളുണ്ടായിരുന്നു ഈ പ്രവീണിനെ അടിച്ചവൻ. എല്ലാ ദിവസവും വിളിച്ചോണ്ടിരിക്കുക കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞു. എന്നെ തന്നെ 4-5 ദിവസം വിളിച്ചിട്ടുണ്ട്. അന്ന് ഇതുപോലെ ആൾക്കൂട്ടം കണ്ടു കഴിഞ്ഞപ്പോ പ്രവീണിനെ കണ്ടപ്പോ കൈകാര്യം ചെയ്ത് വിട്ടതാ. പ്രവീൺ ഇപ്പോഴും പൊതുപ്രവർത്തനവുമായിട്ട് ഇവിടെ നിൽക്കുക. അന്ന് ഞാൻ അവിടെ SP ഓഫീസ് മാർച്ചിൽ അന്ന് വായിച്ചൊരു പട്ടികയും, അപ്പൊ നിങ്ങൾ വിചാരിക്കുക ആ പട്ടിക വായിച്ചിട്ട് ഞാനങ്ങ് പോയെന്ന്. ആ പട്ടിക സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ മനസ്സിലാണ് ഞാൻ കുറിച്ചിട്ടിരിക്കുന്നത്. അതിലൊരുത്തനും കണക്ക് പറയാതെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ആ പട്ടികയിലേക്ക് ഇപ്പോ ഒരു അരുൺ ഷായും ഒരു രതീഷ് ബാബു SI, 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ നൂറയും അമീനയും ഇവരെ കൂടി ഉൾപ്പെടുത്തും. അഭിജിത്ത്, ഇവരെയൊക്കെ ഞങ്ങൾക്ക് ചെത്തിക്കളയുമെന്നല്ല. ഈ നാട്ടിലെ നീതിന്യായ കോടതികളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കണ്ടു കാണുമല്ലോ പിണറായി വിജയനെ ടോർച്ചർ കൊടുത്തൊരു പോലീസുകാരൻ. ആ പോലീസുകാരൻ ഇപ്പോ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് പഴയകാല പശ്ചാത്തലം നിങ്ങൾ ഓർത്തു വയ്ക്കുന്നത് നല്ലത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന സഹപ്രവർത്തകരെ നിങ്ങൾ കുറച്ച് ആളുകൾ ചേർന്നാലങ്ങ് ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചാൽ അതൊക്കെ വെറുതെ. നിങ്ങൾ വലിയ ഫോഴ്സ് ഉണ്ടല്ലോ. ഞങ്ങളുടെ കയ്യിൽ ലാത്തിയില്ല, ഞങ്ങളുടെ കയ്യിൽ ഷീൽഡില്ല, ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾ തലക്കടിക്കുമ്പോൾ പൊട്ടാതിരിക്കാനുള്ള ഹെൽമറ്റില്ല. എന്നാലും ഞങ്ങളിങ്ങനെ ഒരുങ്ങി ഒരുമ്പെട്ട് നിൽക്കുമ്പോ നിങ്ങളെയൊക്കെ SHO അരുൺ ഷായ്ക്ക് ഈ 500 പോലീസുകാരുടെ നടുക്ക് പോലും നിൽക്കാൻ പറ്റാത്ത ആ ഭയത്തിന്റെ പേരാണ് യൂത്ത് കോൺഗ്രസ്. ആ ഭയം ഉണ്ടാകുന്നത് നല്ലതായിരിക്കുമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഈ നാടിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളുമായി ഇനിയും ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ മാങ്ങ മോഷ്ടിച്ച ഈരാറ്റുപേട്ടയിലെ പോലീസിന് മൊബൈൽ ഫോൺ മോഷ്ടിക്കുന്ന കായംകുളം പോലീസ് കൂട്ടാകുമ്പോ അരുൺ ഷായോട് പറയുന്നു, ആ മൊബൈൽ ഫോണിന് കൂടി ചേർത്ത് കുഞ്ഞിന് മുലയൂട്ടിയ അമ്മയോട് അപമര്യാദയായി പെരുമാറിയതിന് ചേർത്ത് ഞങ്ങളുടെ സഹപ്രവർത്തകന്റെ പിതാവിന് ECG വേരിയേഷൻ ഉണ്ടായി ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നതിന് ചേർത്ത് കണക്ക് പറയിക്കുമെന്ന് പറയുമ്പോ നിങ്ങളെ റോട്ടിലിട്ട് തല്ലുമെന്നല്ല, മറിച്ച് നിയമത്തിന്റെ എല്ലാ പഴുതിലൂടെയും പോയി ഉപയോഗിക്കാവുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് നിങ്ങൾ പെൻഷൻ വാങ്ങില്ല എന്ന് ഉറപ്പിക്കാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരും എന്ന് മാത്രം സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് നന്നായിട്ടറിയാവുന്ന DYSP മനോജ് വേണ്ടല്ലോ, തിരുവനന്തപുരത്ത് ഒരു സമ്പത്ത് എന്ന് പറഞ്ഞിരുന്നു. സമ്പത്ത് അറിയാലോ, നമ്മുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഷെജീറിനെ തല്ലിച്ചതച്ച ഉദ്യോഗസ്ഥൻ രാവിലെ എന്റെ ഫോണിൽ അലാറത്തിന് പകരം സമ്പത്ത് കോളിംഗ് എന്നാ കാണിക്കുന്നത്. സെറ്റിൽ ചെയ്യാൻ വിളിക്കാം, SI അവന് CI ആകണം, നമ്മൾ സെറ്റിൽ ചെയ്ത് കൊടുക്കണം. ഒരേ കാര്യം ഞാൻ ഇന്ന് ഏതോ ഒരു സഹപ്രവർത്തകന്റെ മെസ്സേജ് കിട്ടി. അരുതയെ തല്ലിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഏതോ കോൺഗ്രസ് നേതാവിന്റെ സഹോദരിയാണ്. കോൺഗ്രസിന്റെ ഏതോ പ്രാദേശിക നേതാവിന്റെ സഹോദരിയാകണ്ട, മല്ലികാർജുന ഖാർഗെയുടെ പെങ്ങളാണെങ്കിൽ പോലും ഞങ്ങള് നിയമത്തിന്റെ മുന്നിൽ നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് വളരെ കൃത്യമായിട്ട് പറയുക. ഞങ്ങളുടെ 3 സഹപ്രവർത്തകരെ ജയിലിലാക്കിയിട്ടുണ്ട്. അതൊന്നും പ്രയാസമുള്ള കാര്യമല്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത് ജയിലിൽ പോകാൻ അങ്ങനെ ഭയമൊന്നുമില്ല. ഇതിൽ നിന്ന് ആരെങ്കിലും വേണം, ഈ കൂട്ടത്തിൽ ആരെങ്കിലും വേണം. അതുകൊണ്ട് അങ്ങനെ ജയിലും ലാത്തിയും ഒക്കെ കണ്ടാൽ ഞങ്ങളൊക്കെ പിറകോട്ട് പോകും എന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ ഒരു വിഷയത്തിലും പിറകോട്ട് പോകുന്ന ആളുകളല്ല എന്ന് പ്രവീണിനെ തല്ലിയ, AD തോമസിനെ തല്ലിയ, അജയ് ജുവൽ കുര്യാക്കോസിനെ തല്ലിയ, അജിമോൻ കണ്ടല്ലൂരിനെ തല്ലിയ
ഈ നാട്ടിലെ പോലീസുകാരോട് ചോദിച്ചാൽ അവരിപ്പോൾ ഏതെല്ലാം കോടതികളാണ് കയറി ഇറങ്ങുന്നത് എന്നുള്ളതിന്റെ സാമ്പിള് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഒരിക്കൽ കൂടി അരുൺ ഷായോട് പറയുന്നു, വീട്ടിൽ കയറി ആരുമില്ലാത്ത സമയത്ത് 10-25 പോലീസുകാരുമായിട്ട് വന്ന നിന്റെ പോലീസ് ഷോ കാണിക്കാൻ വലിയ ധൈര്യവും ചങ്കുറ്റവും ധൈര്യവും ചങ്കുറ്റവും വേണ്ടത്. അത് ചെയ്തിട്ട് പിറ്റേ ദിവസവും അങ്ങാടിയിൽ ഇറങ്ങി നിൽക്കണമെങ്കിൽ ഒരു ധൈര്യവും ചങ്കൂറ്റവും വേണം. ആ ചങ്കൂറ്റം നിനക്കില്ല. കാരണം നിനക്ക് യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ട്. ഇവിടെ ഇതിൽ സൂചിപ്പിച്ചു കുത്തിയിരുന്ന് പഠിച്ചിട്ട് എഴുതിയ പോലീസിനെ പറ്റി. അതാ ശിവരഞ്ജിത്തും നസീമും ഒക്കെ കുത്തിയിരുന്ന് പഠിച്ചിട്ട് അങ്ങനെ പോലീസാകുന്നെന്ന് ഞങ്ങളോട് കാണിച്ചിട്ടുള്ള. ഇവിടെ നിൽക്കുന്നവന്മാരോട് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പേര് ചോദിച്ചാൽ അവന്മാർ പറയും പിണറായി വിജയൻ. അത്രയ്ക്ക് വിവരവും ബോധവും ഇല്ലാത്തവന്മാരാണ് ഈ സർക്കാരിന്റെ കാലത്ത് ഈ സേനയ്ക്കകത്ത് കയറിയിരിക്കുന്നവർ. അതുകൊണ്ട് നിങ്ങളുടെ വലിയ വിദ്യാഭ്യാസത്തിന്റെ മഹത്വമൊന്നും ഇങ്ങോട്ട് എഴുന്നള്ളിക്കാൻ നിൽക്കേണ്ട. നിയമം കൃത്യമായി പാലിച്ചാൽ ഒരു കുഴപ്പവുമില്ല. അതല്ല, നിയമത്തിനപ്പുറം കൈകാര്യം ചെയ്യാനാണ് തീരുമാനമെങ്കിൽ നിയമത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞങ്ങളും തിരിച്ച് കൈകാര്യം ചെയ്യും. അന്നേരം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവുമായി വിളിച്ച് കോംപ്രമൈസിന് വേണ്ടി, സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടുള്ള വിളികൾ ഒഴിവാക്കണം. അതുവരെ 200 രൂപയുടെ റീചാർജുമായി നിനക്കൊക്കെ വിളിക്കാനുള്ള ഏരിയ നേതാക്കന്മാരെയും ജില്ലാ നേതാക്കന്മാരെയും കായംകുളം MLA എല്ലാം വിളിച്ചു. എന്നാലും ഉറപ്പിച്ചു പറയാം, സമരം അതിന്റെ വഴിക്ക് തന്നെ പോകും. ഇവിടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പില്ലർ എലിവേറ്റഡ് ഹൈവേ കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകും. തല്ലി ഒതുക്കാൻ പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ അതിന് വരണമെന്ന് മാത്രം വളരെ സ്നേഹത്തോടെ, ഞാനങ്ങനെ ഒരു അക്രമകാരിയൊന്നുമല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ വെല്ലുവിളിക്കുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, കുറച്ചു നേരം കൂടി ഇവിടെ കാണും. ആർക്കെങ്കിലും കഴിഞ്ഞ ദിവസത്തതിന്റെ ബാക്കി ആർക്കെങ്കിലും വല്ലാതെ ഒന്ന് കൈതരിച്ചിട്ട്, ഞങ്ങളുടെ ഈ സഹപ്രവർത്തകരെല്ലാം ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്, ആരുടെയെങ്കിലും നെഞ്ചത്ത് കയറാൻ തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായ ബാരിക്കേഡ് തുറന്ന് പുറത്തോട്ട് പറഞ്ഞു. ഞങ്ങളുടെ ഈ കൊടി കെട്ടുന്ന ഒരു കമ്പ് പോലും കയ്യിലുള്ളത് ചങ്കൂറ്റമാണ്. ആ ചങ്കൂറ്റത്തോടെ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ പ്രവീണ്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ അനുരാജ് അരിത അടക്കമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അനന്തനും നിതിനും അടക്കമുള്ള ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഇവിടുത്തെ 2 കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റുമാർ, KP സെക്രട്ടറി, നിങ്ങളെല്ലാവരും ഈ പ്രസ്ഥാനത്തിന്, യുവജന പ്രസ്ഥാനത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് നൽകുന്ന പിന്തുണയ്ക്ക് എല്ലാവിധമായ ഹൃദയാഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നില്ല. നിങ്ങളോട് ചോദിക്കാമെന്ന കാര്യങ്ങളൊന്നും മറന്നുപോകില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്.